ഞാനിങ്ങനെ വെബ് സീരീസും പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അൽത്താഫൊക്കെ അത് കഴിഞ്ഞ് പിറ്റേന്ന് ദിവസം എൻ്റെ സീരീസ് ഇരുന്ന് കണ്ട്, എന്നിട്ട് എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ച്, ഞാനിങ്ങനെ വെബ് സീരീസ് കണ്ട് ഭയങ്കര രസമുണ്ട് പരിപാടി, എന്നിട്ട് എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ച്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, അതിലൊരു ക്യാരക്ടർ ഉണ്ട്, അത് അനുരാജായിരിക്കും എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞ്. പിന്നെ അന്ന് തുടങ്ങി എനിക്ക് തോന്നുന്നു ഞാൻ അൽത്താഫയുടെ കൂടെ തന്നെ ഉണ്ട്. ഈ ഫുൾ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് തുടങ്ങി അൽത്താഫയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഇത്രയും വലിയ സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. അതെൻ്റെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. വിനയേട്ടൻ, സുരേഷ് ഏട്ടൻ, ലാൽ സാറ്, കല്യാണി, പിന്നെ പതുക്ക, അങ്ങനെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ സമയത്തും ഞാൻ ഇക്കടെ കൂടെ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തീർന്നൊരു ദിവസം ഓർമ്മയുണ്ട്. അൽത്താഫ് ഭയങ്കര മടിയനാണ്. അതായത് എഴുത്ത് ഭയങ്കര സ്ലോയിലാണ് പോണത്. ആളുടെ മനസ്സിലുണ്ട് സിനിമ എന്താന്നുള്ളത്. അതുകൊണ്ട് ആ ടെൻഷൻ ഇല്ല ആൾക്ക്. ഒരു ടെൻഷനും ഇല്ലാത്ത ഒരാളെ ഞാൻ ഇങ്ങനത്തെ ഒരു ആളെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ലൈഫിൽ ഒന്നിനെ കുറിച്ച് ഒരു ടെൻഷൻ ഇല്ലാത്ത ഒരാളാണ്.